ഹേ വീട്ടുകാരെ, ഇവിടെ ആരുമില്ലേ? ഒന്ന് വാതിൽ തുറക്കൂ. ആരായി പാതിരാത്രി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ? അയ്യോ, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അവൾ ആകെ അസ്വസ്ഥയാണ്. കയറിയിരിക്കാൻ ഒരിടം. അതിനിത് സത്രമല്ല, മനുഷ്യരുടെ ഉറക്കം കെടുത്താതെ കടന്ന് പോടൂ. അങ്ങനെ പറയരുത്, അല്പം ദയ കാണിക്കണേ. കടന്നു പോകാനല്ലേ പറഞ്ഞത്? അയ്യോ, ഒന്ന് കതക് തുറക്കണേ. വീട്ടുകാരെ, ഒന്ന് എഴുന്നേൽക്കണേ. അർദ്ധരാത്രിയിൽ ഏതവനായി കതകി മുട്ടുന്നേ? എന്റെ ഭാര്യ ആകെ അവശ്യ നിലയിലാണ്. അല്പനേരത്തേക്ക് ഒരിടം കിട്ടിയിരുന്നെങ്കിൽ. പെമ്പർന്നോർക്ക് എന്നാ പറ്റിയെന്നാ? കണ്ട പെണ്ണുങ്ങൾക്ക് ഏതാണെന്ന് കേട്ടപ്പോ അയാളുടെ ഒരു ഹാലിളക്കം. മുതുപാതിരായിക്ക് എന്റെ വായിന്ന് വല്ലതും കേൾക്കാതെ കയറി കിടക്കും മനുഷ്യനെ. സഹോദരി, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അവൾ വേദന കൊണ്ട് പുളയുകയാണ്. ഇത് നല്ല കൂത്തേ. ഇയാളുടെ ഭാര്യയുടെ വയറ്റിലുണ്ടായ ഞങ്ങൾ എന്നാ വേണം? ഞാനും 10 പെറ്റതാ എന്ന് വെച്ച് ഇങ്ങനെ തെണ്ടി നടന്നല്ല കേട്ടോ. പെറാൻ കണ്ട ഒരു സ്ഥലമേ. സഹോദരി, അല്പം ദയ കാണിക്കും. നിങ്ങളും ഒരു സ്ത്രീയല്ലേ? ദേ മനുഷ്യനെ, എന്റെ വായിൽ ദൈവചന വരുന്നതിന് മുമ്പ് കടന്നു പോവാൻ നോക്ക്. വേണ്ട, അപമാനം സഹിച്ചത് മതി. നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാം. ദൈവമേ, എനിക്ക് വയ്യ. യഹോവേ, അയ്യോ. നമ്മുടെ പട്ടം മഹർഷിയുടെ അഭീഷ്ടപ്രകാരം നാം ഒരുക്കിയ വിരുന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ചു എന്ന് നാം കരുതുന്നു. ഈ ലഹരി പിടിപ്പിക്കുന്ന വീഞ്ഞും ഭോജനം നമ്മെ ഹഠാ
ആകർഷിച്ചിരിക്കുന്നു. ഇനിയും എന്തെങ്കിലും? എല്ലാം മംഗളമായിരിക്കുന്നു. എങ്കിലൽപ്പം കലാവിരുന്നൂടി ആസ്വദിച്ച് നമുക്ക് മടങ്ങാം. അത് ഗംഭീരമായിരിക്കുന്നു. ആരവിടെ? അടിയൻ. കൊട്ടാര നർത്തകികളോട് നൃത്തം ആരംഭിക്കാൻ പറയൂ. ഉത്തരവ്. മഹാനായ ഹെറോദേസിന്റെ കൊട്ടാര നർത്തകികൾ ഈ രംഗമാകെയൊന്നു കൊഴുപ്പിക്കും. يطبطب ودلع يقول انا اتغيرت عليه انا زعل اولع ما هو كل همه ازاي يرضيه يطبطب ودلع يقول انا اتغيرت عليه انا زعل اولع ما هو كل همه ازاي يرضيه قولوا له ده انا برضه ساعات بحالات مرة زعل مرة اديله عيني مين فينا على حاله كل الاوقات ده تعبني قوي طلع عيني قولوا له ده انا برضه ساعات بحالات مرة زعل مرة اديله عيني مين فينا على حاله كل الاوقات ده تعبني قوي طلع عيني اطقطق ودلع يا يقول انا اتغيرت عليه انا زعل اولع ما كل همه ازاي يرضيه അടിയൻ. ദൂരെ നിന്നെത്തിയ 3 ജ്ഞാനികൾ ഇവിടുത്തെ മുഖം കാണിക്കാനായി പുറത്ത് കാത്തു നിൽക്കുന്നു. കടന്നു വരാൻ പറയൂ. ഉത്തരവ്. വന്ദനം പ്രഭു, വന്ദനം. പണ്ഡിത പ്രമുഖരുടെ ആഗമനോദ്ദേശം ബലപ്പെടുത്തിയാലും യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ ബേദലഹേമിൽ ജനിച്ചിട്ടുണ്ട്. എന്ത്? യഹൂദന്മാരുടെ രാജാവോ? അതെ, ഞങ്ങൾ അവന്റെ ജനന നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നവരാണ്. നമ്മെ കൂടാതെ യഹൂദന്മാർക്ക് മറ്റൊരു രാജാവോ? അത്ഭുതമായിരിക്കുന്നു, അത്യത്ഭുതം. ഹേറോദീസിന്റെ പണ്ഡിത സദസ്സിന് ഈ കേട്ടതിനെ പറ്റി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? യൂദയായിലെ ബെത്ലഹേമിൽ ക്രിസ്തു ജനിക്കുമെന്നാണ് പ്രവാചകമതം.
ഇസ്രായേലി ബേത്ലഹേമേ, നീ യൂദയ പ്രമുഖ നഗരങ്ങളിലൊട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക എന്നാണ് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത്. പണ്ഡിത സദസ്സിന്റെ നിഗമനം വെച്ച് നോക്കുമ്പോൾ നാമും ആ രാജാവിനെ നമസ്കരിക്കാൻ കടപ്പെട്ടവനാണ്. തീർച്ചയായും നമ്മുടെ ചിന്തകളും ആ വഴിക്കാണ് നീങ്ങുന്നത്. ആകട്ടെ, ജ്ഞാനികൾ നക്ഷത്രം ദർശിച്ചത് എപ്പോഴാണ്? ഈ രാത്രിയിൽ തന്നെ. എങ്കിൽ ജ്ഞാനികൾ സമയം വൈകിക്കണ്ട. ആ രാജസുതനെ മുഖം കാണിച്ച് എത്രയും പെട്ടെന്ന് തിരികെ എത്തുക. കൃത്യമായ സ്ഥലം നമ്മെ അറിയിച്ചാൽ നമുക്കും എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ കഴിയും. മഹാനായ ഹെറോദേസ് മഹാരാജനും മഹാറാണിക്കും പണ്ഡിത സദസ്സിനും സ്നേഹാഭിവാദനങ്ങൾ. മഹാരാജാവും നീണാൾ വാഴട്ടെ. നീണാൾ വാഴട്ടെ. പോയി വരൂ. മണ്ട ശിരോമണികൾ, നമ്മെ മുഴുവനായും വിശ്വസിച്ച് ബുദ്ധൂസുകൾ. യഹൂദന്മാരുടെ പുതിയ രാജാവിനെ വണങ്ങി പാവമാ ജ്ഞാനികൾ ഇവിടെ എത്തും. അതേ മഹാറാണി, അവർ തിരികെ വന്നിട്ട് വേണം ആ രാജ പൈതൽ പള്ളി ഉറങ്ങുന്ന ഇടമൊന്നറിയാൻ. അടിയനും ആ രാജ പൈതലിനെ ഒന്ന് ദർശിക്കണ്ടേ രാജ പണ്ഡിത വൃന്ദനെ. മഹാരാജാവും മഹാറാണിയും വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്ത്? അതെ, ഇവിടെ നിന്നും കടന്നുപോയ ജ്ഞാനികൾ ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല. എന്ത്? തിരികെ വരില്ലെന്നോ? അസംബന്ധം പറയരുത് പണ്ഡിത കൂട്ടമേ. അതേ മഹാറാണി, ഇത് അസംബന്ധമല്ല. അവർ ജ്ഞാനദൃഷ്ടിയിൽ അങ്ങയുടെ ഇംഗിതം അറിഞ്ഞിരിക്കയാൽ രാജകുമാരനെ വണങ്ങി പുറം വഴിയെ തിരികെ പോകും. എന്ത്? ആ കുബുദ്ധികൾ അത്രയ്ക്കായോ? എങ്കിൽ നാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത്? ആരവിടെ? അടിയൻ. യഹൂദിയ ദേശത്ത് വസിക്കുന്ന 2 വയസ്സിന് താഴെ പ്രായമുള്ള സകല കുട്ടികളെയും നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കൊന്നൊടുക്കുവാൻ നാം കൽപ്പിക്കുന്നു. വൃന്ദമേ, നിങ്ങൾക്കായി ഈ രാത്രിയിൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. കർത്താവിന്റെ ദൂത, ഇവിടത്തേക്ക് ഞങ്ങളിതാ ചെവി തരുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ യഹൂദിയായിലെ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഈ സദ്വാർത്ത ലോകമെങ്ങും അറിയിക്കുവിൻ. ഇതാ അവിടുത്തെ ദാസൻ.
ദൂരെ നിന്നെത്തുന്ന ജ്ഞാനികളോടൊപ്പം നിങ്ങളും പോയി ആ സ്വർഗകുമാരനെ നമസ്കരിപ്പിൻ. കർത്താവിന്റെ ദൂത, അവൻ വസിക്കുന്ന ഇടം അടിയങ്ങൾക്കറിയില്ലല്ലോ. ഇടയഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. മാനത്ത് പ്രശോഭിക്കുന്ന ഈ നക്ഷത്രം നിങ്ങൾക്ക് വഴികാട്ടിയായിരിക്കും. പോയി വന്നാലും. ഇതാ അവിടുത്തെ ദാസൻ. ഈ ലോകത്ത് വസിക്കുന്ന സകല ജനവുമേ, ഇതാ നമുക്കായി ഒരു രക്ഷകൻ ഭൂമിയിൽ ജാലം ചെയ്തിരിക്കുന്നു. ഈ ലോകത്ത് വസിക്കുന്ന സകല ജനവുമേ, ഇതാ നമുക്കായി ഒരു രക്ഷകൻ ഭൂമിയിൽ ജാലം ചെയ്തിരിക്കുന്നു. അതെ, പുറത്ത് നല്ല തണുപ്പാണ്. കുഞ്ഞിനെ ഒന്നുകൂടി പുതപ്പിച്ച് കിടത്താന്നോ? വേണ്ട, ഇവിടുന്ന് പൊതിച്ചോളൂ. അതുകൂടി എടുത്താൽ ഈ മരം കോച്ചുന്ന തണുപ്പത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞിന് തണുപ്പേൽക്കാതെ അടിയിൽ നന്നായി വൈക്കോൽ വിരിച്ചിട്ടുണ്ട്. എന്നാൽ നീ വന്ന് അല്പം തീ കായൂ. കുഞ്ഞിനും അല്പം ചൂട് കിട്ടട്ടെ. ഈ ദൈവസൂനുവിന് ജനിക്കുവാൻ കാലിത്തൊഴുത്തല്ലാതെ മറ്റൊരിടവും കിട്ടിയില്ലല്ലോ മറിയം. എല്ലാം അവിടുത്തെ ഇഷ്ടം. അല്ല, ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ശത്രുക്കൾ വല്ലതും? ഇവിടുന്ന് ഒന്നിലും ഭയപ്പെടണ്ട. ദൈവത്തിന്റെ കുഞ്ഞാടിനെ നല്ലവനായ യഹോവ കാത്തുകൊള്ളും. ദേവ രാജാതി രാജ ദൈവത്തിന്റെ പുത്ര നമോ വന്ദനം. അല്ല, നിങ്ങളൊക്കെ വളരെ ദൂരെ നിന്നും വരുന്നവരാണ്. കർത്താവിന്റെ ദൂതൻ അരുളിച്ചതനുസരിച്ച് ലോകരക്ഷകനെ വന്ദിക്കുവാൻ വന്നവർ. ഈ സ്വർഗീയ നന്ദനന് തിരുമുൽ കാഴ്ചകൾ അർപ്പിക്കുവാൻ വന്നവർ. ഈ ദൈവപുത്രന്റെ ജനനം ലോകമെങ്ങും പാടി നിറയ്ക്കുവാൻ വന്നവർ. ഈ മഹത്തായ ജന്മത്തിന് മാതൃത്വമേകിയ മറിയമേ, പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ജോസഫേ, നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. വന്ദനം, സ്നേഹവന്ദനം. ഈ തിരു അവതാരവും ജന്മസ്ഥലവും അനേകരെ ഞങ്ങൾക്ക് അറിയിക്കുവാനുണ്ട്. ആ ദൗത്യവുമായി ഞങ്ങൾ നീങ്ങുകയാണ്. ജോസഫ്, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതൻ. ഇതാ അവിടുത്തെ ദാസൻ. ആഘോഷങ്ങൾ അവസാനിപ്പിച്ച് ഈജിപ്തിലേക്ക് പോകുക. ഞാൻ പറയുവോളം അവിടെ താമസിക്കുക. അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ.
ജ്ഞാനികളെ, നിങ്ങൾ ഹെറോദേസിന്റെ കൊട്ടാരം സന്ദർശിക്കാതെ മറ്റു വഴിയെ മടങ്ങിപ്പോവുക. എന്തെന്നാൽ ഈ ദേശത്തെ മുഴുവൻ കുഞ്ഞുങ്ങളെയും വധിക്കുവാൻ അവൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ബേത്ലഹേമിലെ ആ രാത്രിയുടെ നിശബ്ദതയിൽ ആരംഭിച്ച മനുഷ്യപുത്രന്റെ യാത്ര നസറത്തിൽ വളർന്ന് പാലസ്തീനായിലൂടെ ചുറ്റി സഞ്ചരിച്ച് കാൽവരിയുടെ നെറുകയിൽ അത് പര്യവസാനിച്ചു.